ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വൈകുന്നേരം ചുമ്മാ ഒന്ന് നടക്കാൻ കൊണ്ട് ഇറങ്ങിയതാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെ ഒരു സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് സമയങ്ങളിലൊക്കെ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങളിവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസും ഈസ്റ്ററും സമയത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ പ്രദേശത്തോട്ടൊക്കെ വരാറുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഏരിയയിൽ ഈ ഒരു പ്രദേശത്താണ് കന്നാലിയെ കൊണ്ടുവന്ന് അറുത്തോണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം. അപ്പം ഇവിടെ വരുമ്പോൾ കാണാനെ കൊണ്ട് പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട്. നമ്മൾ പോകാൻ പോകുന്ന ഇവിടെ അറിയാം, അതുകൊണ്ട് ആ പ്രദേശമാണ്. അതുകൊണ്ട് കുറേ കാടിനിടയ്ക്കോട്ടൊരു സാധനം പൊങ്ങി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതിലിങ്ങനെ കറങ്ങിപ്പോയാലേ ഒക്കത്തുള്ളൂ. പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇറച്ചിയൊക്കെ വാങ്ങിയിരുന്നത് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു. അതായത് ഈ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോഴാണ് വീടുകളിൽ ഇറച്ചി മേടിക്കുന്നത്. അപ്പോൾ ഇവിടെങ്ങും കടകളിൽ പോയി വാങ്ങുന്ന ഒരു ശീലം പഴയ കാലത്തില്ല. ഈ ഒരു ഏരിയയിലുള്ള ആളുകളെല്ലാം കൂടെ കൂടി ഒരു കന്നാലിയെ വാങ്ങി അറുത്ത് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് വെച്ചായിരിക്കും കന്നാലി അറക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടോട്ടൊക്കെ സാധാരണ വരാറുള്ളത്. നല്ല രസമാണ് ഇവിടെ കാണാനെ കൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അന്നൊക്കെ ഈ പങ്ക് കണക്കാണ്, തൂക്കക്കണക്കല്ല ഇറച്ചി മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക് കണക്കാണ്. ഓരോ വീടുകളിലും കന്നാലിയെ ഒരാൾ വാങ്ങിയിട്ട് ആ സമയത്ത് ഈസ്റ്ററിന് ഇറച്ചി ഇറക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും വരും. വന്നിട്ട് ഒരു പങ്ക് അരപ്പങ്ക് എന്നൊക്കെയാണ്. ഒരു പങ്ക് അന്നത്തെ കാലത്തൊക്കെ 5 കിലോ ഒക്കെ വരും കേട്ടോ. 5 കിലോ അതിൻ്റെ പുറത്തൊക്കെ വരും. അപ്പോൾ അന്ന് 250 രൂപ, ചിലപ്പം 300 രൂപ, അങ്ങനെയൊക്കെയാണ് സാധനം. അപ്പോൾ അങ്ങനെ ഇറച്ചി വാങ്ങാനാണ് സാധാരണയായി ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുള്ളത്. നല്ല രസം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, മൊത്തം പാറയാണ് ഇവിടെ എല്ലാം. പാറയാണ് കേട്ടോ, ഭയങ്കരമായ പാറ. വളരെ ശാന്തമായ സ്ഥലമാണ് കേട്ടോ. നല്ല രസം ഇവിടെ വന്ന് നിൽക്കാനെ കൊണ്ടൊക്കെ. നല്ല രസകരമായ ഒരു പാറ കണ്ടോ. നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കാം. ഹേയ് നല്ല രസം ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കാനെ കൊണ്ട്. ഇത് കണ്ടോ താഴ്വശത്തോട് ഇങ്ങനെ താഴേക്കൂടെ റോഡാണ് അത്. ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഈ വഴി ഇങ്ങനെ നടന്നാണ്. അതുകൊണ്ട് ആ കാണുന്നത് എൻ്റെ അപ്പാപ്പൻ്റെ വീടാണ്. ആ കാണുന്നത് ആ വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്ന ഈ വഴി ഇങ്ങനെ താഴെ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാനാണ് സാധാരണ പതിവ്. അപ്പം നമ്മുടെ നാടും പരിസര പ്രദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികമായ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ വലിയ കരുത്ത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പുതിയ പുതിയ വീഡിയോകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നവരേക്കും ടാറ്റാ.